റെയ്ലി പറഞ്ഞ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ എറിൻ ദ്വീപിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ഡോക്ടർ സാറയെ കാണാനായി പോവുകയും ചെയ്യുന്നു. നടന്ന എല്ലാ കാര്യങ്ങളും റെയ്ലിക്ക് സംഭവിച്ചതുമെല്ലാം സാറയോട് സംസാരിക്കുമ്പോൾ അതെല്ലാം ആദ്യമേ തന്നെ അറിയുന്ന പോലെ ഇരിക്കുകയാണ് സാറ. നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ ശേഷം അകത്തോട്ട് പോകുന്ന സാറ അവളുടെ അമ്മയെയും കൂട്ടി വരുന്നു. അവരെ കണ്ടത് ഞെട്ടി നിൽക്കുകയാണ് എറിൻ. എന്താണെന്നാൽ അവർ പണ്ടത്തേതിലും കൂടുതൽ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അവരുടെ രക്തം ഒരു പാത്രത്തിൽ വെച്ച ശേഷം സാറ അത് വെയിലിലേക്ക് നീക്കി വെക്കുമ്പോൾ ആ രക്തം കത്തിയെരിയാൻ ആരംഭിക്കുന്നതാണ് കാണുന്നത്. നീ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ ഫാദർ കമ്മ്യൂണിറ്റി വൈനിൽ ബ്ലഡ് കലർത്തി അത് കുടിച്ചവർക്കെല്ലാം അവരുടെ ശരീരത്തിൽ എന്തോ അസുഖം പിടിപെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർക്ക് വെയിലിലേക്ക് ഇറങ്ങാൻ കഴിയാത്തത്. അതുമാത്രമല്ല, അവർ എത്രത്തോളം അളവിൽ അത് കുടിച്ചിട്ടുണ്ടോ അത്രയും അളവിൽ ആ രക്തത്തിന്റെ ശക്തി അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ഇടയ്ക്കിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഫാദർ പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മയ്ക്ക് വൈൻ നൽകാറുണ്ട്. അങ്ങനെ അധികമായി വൈൻ കുടിച്ചത് കൊണ്ടാണ് അവർ ഇത്രയും ചെറുപ്പമായി വരുന്നത്. നീ ചർച്ചിൽ നിന്നും എപ്പോഴോ ഇച്ചിരി വൈൻ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ശരീരത്തിൽ അതിന്റെ ശക്തി കുറഞ്ഞത്. എന്നാൽ ആ ചെറിയ ശക്തി തന്നെ നിന്റെ കുട്ടിയെ ഇല്ലാതാക്കി എന്നെല്ലാം എറിനോട് പറയുകയാണ് സാറ. എന്തെങ്കിലും ചെയ്ത് ചർച്ചിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ തടയണം എന്ന് പറഞ്ഞ് സാറ നേരെ പോകുന്നത് ഷെരീഫിനെ കാണാനാണ്. അവിടെ എത്തിയ സാറ കാര്യങ്ങൾ ഷെരീഫിനോട് വിശദീകരിക്കുമ്പോൾ, എനിക്കിതിൽ ഒന്നും ചെയ്യാനാവില്ല. ഞാനൊരു മുസ്ലിമാണ്. അത് കാരണത്താൽ തന്നെ ഞാൻ എന്ത് ആക്ഷൻ എടുത്താലും ആളുകൾ അത് മറ്റൊരു രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയുകയാണ് ഷെരീഫ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ റെയ്ലിയുടെ അമ്മയെ കാണാനായി പോവുകയാണ് എറിൻ. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്നറിയില്ല. എന്നാലും റെയ്ലി മരണപ്പെട്ട കാര്യം അവരോട് പറയുകയാണ് എറിൻ. എന്നാൽ അവർ അത് വിശ്വസിക്കുന്നില്ല. അവൻ ജയിലിൽ നിന്നും വന്നതിനാൽ മനസ്സ് കുറച്ച് വിഷമത്തിലാണ്. അതുകൊണ്ട് അവൻ പുറത്തെങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. അവൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇവർ പറയുന്നതൊന്നും തന്നെ ആരും വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവരെങ്കിലും ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എറിൻ, സാറ, സാറയുടെ അമ്മ ഇങ്ങനെ 3 പേർ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാനായി പോകുമ്പോൾ അവരെ കൊണ്ടുപോവാനായി അവിടെ ഷിപ്പ് ഒന്നും തന്നെ കാണുന്നില്ല. അവിടെയുള്ളത് ഒരേ ഒരു കപ്പൽ മാത്രമാണ്. എന്നാൽ അതും ഫംഗ്ഷൻ ആവില്ല എന്ന് അവിടെയുള്ള ഒരാൾ പറയുകയാണ്. ഇന്ന് നൈറ്റ് ചർച്ചിൽ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും അവിടെയുണ്ടാവും. നിങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പറയുകയാണ് അയാൾ. അങ്ങനെ സമയം രാത്രിയാവുന്നു. ഒരുപാട് ആളുകൾ ചർച്ചിലേക്ക് പോവാനായി തയ്യാറെടുക്കുകയാണ്. എന്നാൽ ചർച്ചിലേക്ക് പോവാത്ത ഷെരീഫിനെ പോലെയുള്ള ആളുകളും ചർച്ചിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ദ്വീപിലുള്ള ഇലക്ട്രിസിറ്റി മുഴുവൻ കട്ട് ചെയ്യുന്നു. ഈ സമയം എറിൻ, സാറ, സാറയുടെ അമ്മ ഇവർ 3 പേരും ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ചർച്ചിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്നെങ്കിലും അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞ് ചർച്ചിലേക്ക് പോവുകയാണ് അവരും. ഷെരീഫിന്റെ അടുത്തേക്ക് വന്ന അയാളുടെ മകൻ, ഇന്ന് ചർച്ചിൽ എന്തോ വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. എനിക്കും അങ്ങോട്ട് പോകണം എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഷെരീഫ്, ശരി ഞാനും നിന്റെ കൂടെ വരാം എന്ന് പറയുകയാണ് ഷെരീഫ്. എന്താണെന്നാൽ സാറ വന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാമെന്ന ഉദ്ദേശത്തോടെയാണ് ഷെരീഫ് ചർച്ചിലേക്ക് പോകുന്നത്. ദ്വീപിലുള്ള എല്ലാവരും മെഴുകുതിരികൾ കത്തിച്ച് ചർച്ചിലേക്ക് നടക്കുകയാണ്. അവിടെ എത്തുന്ന എല്ലാവരുടെയും മുൻപിൽ നിൽക്കുന്ന ഫാദർ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയാൻ ആരംഭിക്കുകയാണ്. ഞാൻ തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ ഫാദർ. വൃദ്ധനായിരുന്ന ഞാനിപ്പോൾ ആരോഗ്യവാനായ യുവാവായി മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൽ നിന്നുള്ള ഏഞ്ചലിൻ്റെ രക്തം കുടിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ലഭിച്ചത്. നിങ്ങളും ആ രക്തം കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങളും മാറി യുവത്വം തിരികെ ലഭിക്കും എന്നെല്ലാം പറയുകയാണ് ഫാദർ. അതിനുശേഷം അവിടെയുള്ള ഓരോരുത്തർക്കായി ആ രക്തം കുടിക്കാനായി നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ഷെരീഫിന് ഈ പ്രവൃത്തികളൊന്നും ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് അയാളുടെ മകനെയും കൂട്ടി അവിടെ നിന്നും പോവാൻ നിൽക്കുകയാണ്. എന്നാൽ അവരെ പോവാൻ സമ്മതിക്കാതെ അവരുടെ മുൻപിൽ ആ മോൺസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. ഫാദർ ആ മൃഗത്തെ ഏഞ്ചൽ എന്നാണ് പറയുന്നത്. എന്നാൽ അതിനെ കാണാൻ ഒരു വാമ്പയർ പോലെയാണ് തോന്നുന്നത്. എല്ലാവരുടെയും മുൻപിലൂടെ നടന്നു വരികയാണ് ആ മോൺസ്റ്റർ. ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുന്ന ആളുകളുടെ മുൻപിലായി അതിൻ്റെ ചിറകുകൾ വിരിച്ച് കാണിക്കുകയാണ് ആ മോൺസ്റ്റർ. ഇതാണ് ഞാൻ പറഞ്ഞ ഏഞ്ചൽ. ഇതിൻ്റെ രക്തം കുടിച്ചത് കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചത്. നിങ്ങളും കുടിക്കൂ. ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള വരം ഏഞ്ചൽ തരുന്നതാണ്
എന്ന് പറയുകയാണ് ഫാദർ. ഇത് കേട്ടതും ഒരുപാട് ആളുകൾ രക്തം കുടിക്കാൻ ആരംഭിക്കുകയാണ്. ഷെരീഫ് പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് ആ മൃഗത്തെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായി നിൽക്കുകയാണ്. എന്നാൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ഷെരീഫിനെ പിടിച്ചു നിർത്തുന്നു. ഈ സമയം ഇതിലെല്ലാം വിശ്വസിച്ചിരുന്ന ഷെരീഫിന്റെ മകനും രക്തം കുടിക്കുകയാണ്. ആ രക്തം കുടിച്ച ശേഷം എല്ലാവരും കുറച്ച് സമയത്തേക്ക് മയങ്ങിപ്പോവും. അതിനുശേഷമാണ് ഉയർത്തെഴുന്നേൽക്കുക. ഈ സമയം പിടിവലി കാരണം ഷെരീഫിന്റെ കയ്യിൽ നിന്നും ഗൺ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ആ ഗണ്ണെടുത്ത സാറയുടെ അമ്മ ഫാദറിന്റെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. ഫാദർ അവിടെ വീണ് മരണപ്പെടുന്നു. എന്നാൽ ആ ബുള്ളറ്റ് കൊണ്ടൊന്നും അയാളെ കൊല്ലാനാവില്ല. വീണ്ടും ജീവനോട് ഉയർത്തെഴുന്നേൽക്കും. ഇത് കണ്ട മോൺസ്റ്റർ ദേഷ്യത്തോടെ സാറയുടെ അമ്മയെ അറ്റാക്ക് ചെയ്ത് പുറത്തേക്ക് പാറിപ്പോകുന്നു. രക്തം കുടിച്ചതിനാൽ മയങ്ങിപ്പോയിരുന്ന ആളുകളെല്ലാം പതിയെ എണീക്കാൻ തുടങ്ങുകയാണ്. എണീറ്റതും രക്തം കുടിക്കാതിരുന്ന ആളുകളെ ആക്രമിക്കുകയും അവരുടെ രക്തം കുടിക്കാൻ നോക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി നോക്കുകയാണ് എറിൻ, ഡോക്ടർ സാറ, റെയ്ലിയുടെ ബ്രദർ വാരൻ, റെയ്ലിയുടെ അമ്മ, ലിസ, ഷെരീഫ് എന്നിവർ. എന്നാൽ അവരുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് ബേവ്. അവരെ തടയാനായി ശ്രമിക്കുകയാണ്. അവളെ ഷൂട്ട് ചെയ്ത ശേഷം അവിടെ നിന്നും എറിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ് എല്ലാവരും. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ തലയിലേക്ക് വെടികൊണ്ടു വീണ ഫാദർ ചർച്ചിൽ വീണ്ടും ജീവനോടെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഫാദറിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഡോക്ടർ സാറയുടെ അമ്മ. അവരിപ്പോൾ ഒരു യുവതിയായി മാറിയിരുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ആ ലേഡിയും ഫാദറും പണ്ട് പ്രണയത്തിലായിരുന്നു. അതിൽ അവർക്കുണ്ടായ അവരുടെ മകളാണ് ഡോക്ടർ സാറ. എന്നാൽ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ഫാദറായി മാറേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ രഹസ്യം അവർ മറച്ചുവെച്ച് സാറയുടെ അമ്മയും അവളെ നോക്കി ആ ദ്വീപിൽ ഒറ്റപ്പെട്ടു കഴിയുകയാണ് ഉണ്ടായത്. ആ ജീവിതം അയാൾക്ക് ഒട്ടും സന്തോഷം നൽകിയിരുന്നില്ല. എന്നാൽ വയസ്സായ ശേഷമാണ് താൻ തിരഞ്ഞെടുത്ത ജീവിതം ശരിയായിരുന്നില്ല എന്ന ബോധം അയാൾക്കുണ്ടാവുന്നത്. ആ സമയത്താണ് മോൺസ്റ്റർ കടിച്ച് അയാളുടെ യൗവനം തിരികെ ലഭിക്കുന്നത്. അതുപോലെ ആ ലേഡിയുടെ യൗവനവും തിരികെ കൊണ്ടുവന്ന് കൈവിട്ടുപോയ ജീവിതം വീണ്ടും ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ഒപ്പം ജീവിച്ചു തീർക്കാനായിരുന്നു അയാളുടെ പദ്ധതി എന്നെല്ലാം ആ ലേഡിയോട് പറയുകയാണ് ഫാദർ. ഇതായിരുന്നു ഫാദറിന്റെ പ്ലാൻ. എന്നാൽ ആ മോൺസ്റ്ററിന് മറ്റൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ രക്തം മൂലം ഭൂമിയിലുള്ള എല്ലാവരെയും ആ മോൺസ്റ്ററിനെ പോലെയാക്കി മാറ്റാനായിരുന്നു അതിൻ്റെ പ്ലാൻ. എന്നാൽ അവരെല്ലാവരും ഇപ്പോൾ ഉള്ളത് ഒരു ദ്വീപിലാണ്. അവരെല്ലാം മോൺസ്റ്റേഴ്സായി മാറിക്കഴിഞ്ഞാൽ മെയിൻ ലാൻഡിലേക്ക് പോയി അവിടെയുള്ളവരെയും ഇതുപോലെയാക്കി മാറ്റും. സോ അത് തടയാനായി തീരുമാനിക്കുകയാണ് എറിൻ്റെ വീട്ടിലേക്ക് രക്ഷപ്പെട്ടോടിയവർ. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ബേവ് അവരെ കൊന്നുകളയാനായി എറിൻ്റെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് പോലെയുള്ളവ എടുത്തെറിയുകയാണ്. അതിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ബേവിനെയും ബേവിൻ്റെ കൂടെ വന്ന ആളുകളുടെയും ശ്രദ്ധ തീർക്കേണ്ടതുണ്ട്. അത് ഞാൻ ചെയ്തോളാം, നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടൂ എന്ന് പറയുകയാണ് റെയ്ലിയുടെ അമ്മ. അങ്ങനെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുന്ന റെയ്ലിയുടെ അമ്മ ഓരോ കാര്യങ്ങൾ അവരുടെ സംസാരിക്കുകയാണ്. അവരെല്ലാവരും പിറകിലൂടെ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായതും ആ ലേഡി ഒരു കത്തി ഉപയോഗിച്ച് സ്വയം കുത്തിമരിക്കുന്നു. മോൺസ്റ്ററിന്റെ രക്തം കുടിച്ച് ഇൻഫെക്റ്റ് ആയവർ ബോട്ട് ഉപയോഗിച്ച് മെയിൻലാൻഡിലേക്ക് പോയി അവിടെയുള്ള എല്ലാവരെയും ഇതുപോലെയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ എറിനും ഡോക്ടർ സാറയും അവിടെയുള്ള ബോട്ടുകളെല്ലാം തീയിട്ട് നശിപ്പിക്കുന്നു. ഒരു ചെറിയ ബോട്ട് മാത്രം അവർക്ക് രക്ഷപ്പെടാനായി അവിടെ ബാക്കി വെക്കുന്നു. റെയ്ലിയുടെ ബ്രദറും ലിസയും അവിടെയുള്ള ഒരു വീട്ടിലേക്ക് ഗണ്ണെടുക്കാനായി പോവുകയാണ്. എന്നാൽ അവിടെ എത്തുന്ന അവർ കാണുന്നത് ഒരാളുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന മോൺസ്റ്ററിനെയാണ്. പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് അവർ അതിനെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ആ ജീവിക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് റിയാക്റ്റും ചെയ്യുന്നില്ല. രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം വേറെ ഒന്നിലും ആ മോൺസ്റ്റർ ശ്രദ്ധിക്കുന്നില്ല. അത് മനസ്സിലാക്കിയ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീടിന് പുറത്തേക്കിറങ്ങി വീടിന് ചുറ്റും തീയിടുകയാണ്. തീ ആളിപ്പടർന്നതും അതിൻ്റെ ചൂട് കാരണം അവിടെ നിന്നും പുറത്തേക്ക് പറന്നു പോവുകയാണ് മോൺസ്റ്റർ. പെട്ടെന്ന് തന്നെ അവിടെ അവശേഷിക്കുന്ന ചെറിയ ബോട്ടെടുത്ത് കടലിന് നടുവിലേക്ക് പോവുകയാണ് റെയ്ലിയുടെ ബ്രദർ വാരനും ലിസയും. സോ അവരിപ്പോൾ സേഫാണ്. പക്ഷേ ഷെരീഫ്, എറിൻ, സാറ എന്നിവരെല്ലാം ഇപ്പോഴും ദ്വീപിൽ തന്നെയാണ്. അവിടെയുള്ള എല്ലാ വീടുകളും തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ. എന്താണെന്നാൽ ഈ ദ്വീപ് വിട്ട് ഇൻഫെക്റ്റ് ആയ ഒരാൾ പോലും മെയിൻലാൻഡിലേക്ക് എത്തരുത്. ഇവിടെയുള്ള വീടുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ സൂര്യോദയത്തിന് ശേഷം ഇൻഫെക്റ്റ് ആയ ഒരാൾക്ക് പോലും സൂര്യപ്രകാശത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ല.
അവരെല്ലാം നശിച്ചു പോവും. ഇതാണ് അവരുടെ പ്ലാൻ. ചർച്ച് മുഴുവൻ തീയിട്ട് നശിപ്പിക്കാനായി വരികയാണ് സാറ. അവിടെയെല്ലാം പെട്രോൾ ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫാദർ അങ്ങോട്ട് വരുന്നു. എന്നാൽ അയാൾ അത് തടയുന്നില്ല. ഞാനൊരു തെറ്റായ തീരുമാനമാണ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. നീ ചെയ്യുന്നത് തന്നെയാണ് ശരി. ഇതെല്ലാം തീയിട്ട് നശിപ്പിക്കേ. സാറ, നിനക്കറിയുമോ, ഞാനാണ് നിന്റെ അച്ഛൻ എന്നു പറയുന്നതും പിന്നിൽ നിന്നും ഒരാൾ സാറയെ ഷൂട്ട് ചെയ്യുന്നു. താഴെ വീണ സാറ ജീവന് വേണ്ടി പോരാടുകയാണ്. അവിടേക്ക് ഓടി വന്ന സാറയുടെ അമ്മ എങ്ങനെയെങ്കിലും ഇവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയുകയാണ്. ഉടനെ ഫാദർ അയാളുടെ കൈമുറിച്ച് ആ രക്തം സാറയുടെ വായിലാക്കുകയാണ്. എന്നാൽ സാറ ആ രക്തം പുറത്തേക്ക് തന്നെ തുപ്പിക്കളയുന്നു. ഒരു മോൺസ്റ്ററായി ജീവിക്കുന്നതിലും നല്ലത് മനുഷ്യനായി മരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ സാറ അവിടെ വെച്ച് മരണപ്പെടുന്നു. അവളുടെ വിയോഗത്തിൽ വിഷമിക്കുകയാണ് സാറയുടെ അമ്മയും ഫാദറും. സാറ അങ്ങോട്ട് വന്നത് ചർച്ചിൽ തീയിടാനായിരുന്നല്ലോ. ആ ദൗത്യം അവർ രണ്ടുപേരും ചെയ്യുകയാണ്. ചർച്ച് മുഴുവൻ സാറയുടെ അമ്മയും ഫാദറും കൂടി തീയിട്ട് നശിപ്പിക്കുന്നു. അവിടെ നിന്നും സാറയുടെ ശവശരീരമെടുത്ത് ചെറിയ പ്രായത്തിൽ അവൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു മരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഫാദറും സാറയുടെ അമ്മയും. അവിടെ പോയി വിഷമത്തോടെ ഇരിക്കുകയാണ് അവർ. ഈ സമയം ഇൻഫെക്റ്റഡായ എല്ലാ ആളുകൾക്കും നേതാവായി മാറുകയാണ് ബേവ് എന്ന ലേഡി. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സൂര്യനുദിക്കും. അത് നമ്മളുടെ ശരീരത്തിൽ പതിച്ചാൽ നമ്മളെല്ലാവരും നശിച്ചു പോവും. ദ്വീപിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു ഷെൽട്ടർ മാത്രമാണ്. അവിടെ പോയി നമുക്ക് സുരക്ഷിതരായിരിക്കാം എന്ന് മോൺസ്റ്ററിനോടെല്ലാം പറയുകയാണ് ബേവ്. എന്നാൽ അവിടേക്കെത്തുന്ന ബേവും കൂട്ടരും കാണുന്നത് ആ വീടും നശിപ്പിക്കാനായി പെട്രോൾ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന ഷെരീഫിനെയാണ്. ഒരു ഗണ്ണെടുത്ത് ബേവ് ഷെരീഫിനെ ഷൂട്ട് ചെയ്യുന്നു. ഷെരീഫ് ജീവൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വന്ന എറിൻ ആ ദൗത്യം ഏറ്റെടുത്ത് തീയിടാനായി ശ്രമിക്കുമ്പോൾ അവിടേക്ക് വന്ന മോൺസ്റ്റർ അവളെ തൂക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവളുടെ കഴുത്തിൽ കടിച്ച് രക്തം കുടിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ സമയം വേറെ ഒരു കാര്യവും മോൺസ്റ്റർ ശ്രദ്ധിക്കില്ല. തീയെടുത്ത് വന്നാൽ മാത്രമേ റിയാക്ട് ചെയ്യുകയുള്ളൂ. അത് മനസ്സിലായ എറിൻ ഒരു കത്തിയെടുത്ത് അതിൻ്റെ ചിറകെല്ലാം കുത്തിക്കയറുകയാണ്. അങ്ങനെ എല്ലാ മോൺസ്റ്റേഴ്സും ആ ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ വന്ന ഷെരീഫിൻ്റെ മകൻ ആ ഷെൽട്ടറും കത്തിക്കുന്നു. അങ്ങനെ ആ മോൺസ്റ്റേഴ്സിന് ഒളിച്ചിരിക്കാൻ ഇനി ഒരു ഷെൽട്ടറും ദ്വീപിൽ അവശേഷിക്കുന്നില്ല. ഈ സമയം സൂര്യനുദിക്കാൻ ആരംഭിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ മോൺസ്റ്റർ ദ്വീപ് വിട്ട് മെയിൻലാൻഡിലേക്ക് പോവാനായി പറക്കുകയാണ്. എന്നാൽ എറിൻ ചിറകെല്ലാം നശിപ്പിച്ചതിനാൽ അതിന് ശരിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം ബോട്ടിലിരിക്കുന്ന ലിസിയും വാരനും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സൂര്യോദയത്തിന് മുമ്പ് അത് മെയിൻലാൻഡിലേക്ക് എത്തുമോ? സാധ്യതയില്ല, അത് വളരെ പതുക്കെയാണ് പറക്കുന്നത് എന്നെല്ലാം സംസാരിക്കുകയാണ് അവർ. അങ്ങനെ സൂര്യനുദിക്കുന്നു. വെളിച്ചം ദ്വീപിൽ പടരാൻ ആരംഭിച്ചതും മോൺസ്റ്റേഴ്സ് എല്ലാവരും നശിച്ചു പോവുകയാണ്. എറിനെ കടിച്ച് മോൺസ്റ്ററാക്കിയതിനാൽ അവളും നശിച്ചു പോകുന്നു. ഫാദറും സാറയുടെ അമ്മയും അവർ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ നല്ലൊരു ജീവിതത്തെ ഓർത്ത് അവസാനമായി ഒന്ന് ചുംബിച്ച ശേഷം അവരും നശിച്ചു പോവുകയാണ്. ഗൺഷൂട്ട് കൊണ്ട് പരിക്ക് പറ്റിയ ഷെരീഫും മകനും കടൽ തീരത്തേക്ക് വരികയും അവിടെ വെച്ച് ഇരുവരും അവസാനമായി നിസ്കരിക്കുകയും ചെയ്യുന്നു. പരിക്ക് പറ്റിയ ഷെരീഫ് മരണപ്പെടുന്നു. രക്തം കുടിച്ച് ഇൻഫെക്റ്റായ മകനും സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്നു. ഇതെല്ലാം രക്ഷപ്പെട്ട് നടുക്കടലിൽ ബോട്ടിലിരുന്നു കൊണ്ട് നോക്കിക്കാണുകയാണ് ലിസയും വാരനും. പെട്ടെന്ന് ലിസ, എൻ്റെ കാലെനിക്ക് അനക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ മോൺസ്റ്റേഴ്സും നശിച്ചു പോയെന്ന്. എന്താണെന്നാൽ അത് നശിച്ചു പോയത് കൊണ്ടാണ് ലിസയുടെ കാൽ വീണ്ടും പഴയ പോലെ തന്നെയായി മാറിയത്. അങ്ങനെ ആ സീൻ കാണിച്ചുകൊണ്ട് മിഡ് നൈറ്റ് മാസ് എന്ന മിനി സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.